നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ റിക്കവറി നല്ല രൂപത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്നും മടങ്ങിയെത്തും എന്നുള്ളതിന് ഉത്തരവാകുന്നു. ആരാധകർ ഹാപ്പി ആവുകയാണ്. ഇപ്പോഴിതാ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. UAL റിപ്പോർട്ട്, നെയ്മർ ജൂനിയർക്ക് ഇപ്പോൾ നല്ല രൂപത്തിൽ കാര്യങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു. ഹി ഈസ് ഫീലിംഗ് ഗുഡ്. കളിക്കളത്തിലേക്ക് വരും ദിവസങ്ങളിൽ മടങ്ങിയെത്താൻ അവൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ട്രാൻസിഷണൽ ഫേസ് ആരംഭിക്കാൻ പോകുന്നു. അവൻ കൃത്യമായിട്ട് ടീം മാനേജ്മെൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞു. കൊറിന്ത്യൻസിനെതിരെയുള്ള മാച്ചിൽ കളിക്കണമെന്ന് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞു. കൊറിന്ത്യൻസിനെതിരെയുള്ള കളി ഇതാ ജനുവരി 23-നാണ് എന്ന് പറഞ്ഞാൽ ജനുവരി 22 നാളെ അവർക്ക് ഗോഴാനിയുമായിട്ട് കളിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ജനുവരി 22-നുള്ള കളിയാണ് കൊറിന്ത്യൻസുമായിട്ട്. ഇന്ത്യൻ സമയം പറയുമ്പോഴാണ് ജനുവരി 23 പുലർച്ചെ 4 മണി. ആ കളിക്ക് കളിക്കാൻ താല്പര്യമുണ്ട് എന്ന് നെയ്മർ ജൂനിയർ ടീമിനെ അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ അത്ര വേഗം അദ്ദേഹത്തെ ഇറക്കാനുള്ള സാധ്യതയില്ല. എന്നാൽ കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞാൽ സാവോപോളോയുമായിട്ട് 2 മത്സരങ്ങൾ തുടരെ വരുന്നുണ്ട്. ആ കളികൾക്ക് അവൻ മടങ്ങിയെത്താനുള്ള സാധ്യതയുണ്ട്. ഫെബ്രുവരി 1-ന് സാവോപോളോക്കെതിരെ ആദ്യ കളി, ഫെബ്രുവരി 5-ന് സാവോപോളോക്കെതിരെ രണ്ടാമത്തെ മത്സരം. സോ ഫെബ്രുവരിയുടെ തുടക്കത്തിൽ നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് എത്തിയേക്കും എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും നെയ്മർ ജൂനിയർ ഈസ് ഫീലിംഗ് ഗുഡ്. ഹി ഈസ് റെഡി ടു കം ബാക്ക്. ഇത് തീർച്ചയായിട്ടും ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ മാർച്ച് മാസത്തിലെ കോളപ്പിന് മുന്നോടിയായിട്ട് ആഞ്ചലോട്ടി യൂറോപ്പിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ടീമുകളിലെ ബ്രസീലിയൻ താരങ്ങളൊക്കെ സ്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബ്രസീലിയൻ താരങ്ങളുടെ ആ ഒരു മികവ്, ബ്രസീലിൽ കളിക്കുന്നവരുടെ മികവ് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ യാത്ര കൂടി ഉണ്ടാകും. അപ്പോഴേക്കൊക്കെ നെയ്മർ ജൂനിയർ മടങ്ങിയെത്തി പൂർണ്ണ ആരോഗ്യവാനായി കളിക്കളത്തിലുണ്ടെങ്കിലും മാർച്ച് മാസത്തിലുള്ള കോളപ്പിൽ അദ്ദേഹം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. എല്ലാം വെല്ലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഫെബ്രുവരിയുടെ തുടക്കത്തിൽ സാവോപോളോക്കെതിരെ നെയ്മർ നമുക്ക് കളിക്കളത്തിൽ കാണാൻ പറ്റും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.